വർഷം ആരംഭിച്ച് 3 മാസം കഴിഞ്ഞപ്പോഴും വിപണിയിൽ വിദേശ നിക്ഷേപകരും ആഭ്യന്തര നിക്ഷേപകരും രണ്ട് വ്യത്യസ്ത വഴിയിലായിരുന്നു യാത്ര. വിദേശികൾ ഏകദേശം 1,17,000 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ച് കൈ കഴിയപ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളും ഇൻഷുറൻസ് കമ്പനികളും ചേർന്ന് 2,25,000 കോടിയിലധികം രൂപ വിപണിയിലേക്ക് ഒഴുക്കിയിട്ടുണ്ട്. അതിന്റെ കരുത്തോടെ താങ്ങി നിർത്തുകയും ചെയ്തു. ഇത്രയും വലിയ വ്യത്യാസം വിപണിയിൽ ഇതിനു മുൻപ് അധികം കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ FIIയും DIIയും ഒരുപോലെ വിഹിതം ഉയർത്തിയ ചില പ്രത്യേക സ്റ്റോക്കുകളുണ്ട്. അവ ഏതൊക്കെയാണ് എന്നും എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്കുകളിൽ അവർക്ക് ഇത്രയും വിശ്വാസമെന്നും പരിശോധിക്കാം. ലിസ്റ്റിലെ ഒന്നാമത്തെ കമ്പനി വിശാൽ മെഗാമാർട്ട് ലിമിറ്റഡ് ആണ്. വിദേശ നിക്ഷേപകർക്കും DIIസിനും ഒരുപോലെ പ്രിയപ്പെട്ട ഓഹരിയായി ഇത് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ പാദത്തിൽ ഇരു കൂട്ടരും വളരെ വേഗത്തിലാണ് ഈ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടിയത്. വിദേശ നിക്ഷേപകർ തങ്ങളുടെ വിഹിതം 6.5% വർദ്ധിച്ച് 22% എത്തിച്ചപ്പോൾ ആഭ്യന്തര നിക്ഷേപകർ 7.3% വിഹിതം വർദ്ധിപ്പിച്ച് മൊത്തം നിക്ഷേപം 32.7% ഉയർത്തി. ഒരേ സ്റ്റോക്കിൽ ഇത്രയും വേഗത്തിൽ ഇരു കൂട്ടരും നിക്ഷേപം നടത്തുന്നത് പതിവായി നടക്കുന്ന കാര്യമല്ല. 2026 സാമ്പത്തിക വർഷത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നടത്തിയ വമ്പൻ വ്യാപനമാണ് ഈ നിക്ഷേപ കുതിപ്പിന് പിന്നിലെ പ്രധാന കാരണം. കമ്പനിയുടെ ആകെ സ്റ്റോറുകളുടെ എണ്ണം 696 നിന്നും 795 വർദ്ധിച്ചു. ഇതിന്റെ ഫലമായി ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള വരുമാനം 20.2% നിന്നും 21.9% ഉയരുകയും ചെയ്തു. കമ്പനിയുടെ സ്വന്തം ബ്രാൻഡുകളുടെ വളർച്ചയും നിക്ഷേപകരെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകമാണ്. വിശാൽ മെഗാമാർട്ടിന് സ്വന്തമായി 26 ബ്രാൻഡുകളുണ്ട്. 2026 സാമ്പത്തിക വർഷത്തെ കമ്പനിയുടെ ആകെ വരുമാനത്തിന്റെ 74% ഈ ബ്രാൻഡുകളിൽ നിന്നാണ് ലഭിച്ചത്. ഇതിൽ 2 ബ്രാൻഡുകൾക്ക് 1000 കോടി രൂപയ്ക്ക് മുകളിലും 6 ബ്രാൻഡുകൾക്ക് 500 കോടി രൂപയ്ക്ക് മുകളിലും വാർഷിക വിൽപ്പനയുണ്ട്. കൂടാതെ കമ്പനിയുടെ ലോയൽറ്റി പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കളുടെ എണ്ണം 17% വർദ്ധിച്ച് 16.9 കോടിയിലെത്തി. ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ ആഗോളതലത്തിൽ 12ാം സ്ഥാനത്തും റീറ്റെയിൽ മേഖലയിൽ 6ാം സ്ഥാനത്തുമാണ് ഇപ്പോൾ ഈ പ്രോഗ്രാം. ഇവരുടെ ക്വിക്ക് കൊമേഴ്സ് വിഭാഗവും 745 സ്റ്റോറുകളുമായി 14% വളർച്ച കൈവരിച്ചു. നിലവിൽ രാജ്യത്തെ 505 നഗരങ്ങളിലായി 1.3 കോടി ഉപഭോക്താക്കൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട്. സാമ്പത്തിക വശങ്ങൾ പരിശോധിച്ചാൽ കമ്പനിയുടെ വിൽപ്പന 20.44% വർദ്ധിച്ച് 12,906 കോടി രൂപയായി. അറ്റാദായം 632 കോടിയിൽ നിന്ന് 32.8% ഉയർന്ന് 839 കോടി രൂപയിലെത്തി. കമ്പനിയുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 14.8%. ഇത് ഈ മേഖലയിലെ ശരാശരിയായ 14%-ത്തേക്കാൾ കൂടുതലാണ്. പക്ഷെ നിലവിൽ ഓഹരി ഓവർ വാല്യൂഡ് ആണ്. നിലവിൽ 66.3 ടൈംസ് PE അനുപാതത്തിലാണ് ഓഹരി ട്രേഡ് ചെയ്യുന്നത്. ഇത് ഇൻഡസ്ട്രി ശരാശരിയേക്കാൾ 45.5 ടൈംസിനേക്കാൾ വളരെ കൂടുതലാണ്. കമ്പനിയുടെ വളർച്ച കണക്കിലെടുക്കുമ്പോൾ പോലും നിലവിലെ ഓഹരി വില അതിന്റെ യഥാർത്ഥ മൂല്യത്തെക്കാൾ കൂടുതലായി തന്നെയാണ് തുടരുന്നത്. പ്രീമിയം വാല്യുവേഷനിൽ തുടരുന്നതിനാൽ ഓഹരിയെക്കുറിച്ച് കൂടുതൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് വാച്ച് ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലിസ്റ്റിലെ രണ്ടാമത്തെ കമ്പനി ബസുമതി അരിയുടെ സംസ്കരണത്തിലും വിതരണത്തിലും മുൻപന്തിയിലുള്ള GRM ഓവർസീസ് ലിമിറ്റഡ് ആണ്. ബസുമതി അരിക്ക് പുറമെ വിവിധ ഇനം മസാലകൾ, റെഡി ടു കുക്ക് കിറ്റുകൾ, മാവ്, ഭക്ഷ്യ എണ്ണകൾ എന്നിവയും ഇവർ വിപണിയിലെത്തിക്കുന്നുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ വിദേശ നിക്ഷേപകർ തങ്ങളുടെ വിഹിതം 4.6% വർദ്ധിപ്പിച്ച് 9.5% എത്തിച്ചിട്ടുണ്ട്. ഇതേസമയം ആഭ്യന്തര നിക്ഷേപകർ 1.3% വിഹിതം വർദ്ധിപ്പിച്ച് മൊത്തം നിക്ഷേപം 2.9% ഉയർത്തി. 2020 പുറത്തിറങ്ങിയ 10X എന്ന ബ്രാൻഡിലൂടെ FMCG മേഖലയിലെ ഒരു പ്രമുഖ ശക്തിയായി മാറാൻ കമ്പനിക്ക് സാധിച്ചു. 2028 സാമ്പത്തിക വർഷത്തോടെ ആഭ്യന്തര വിപണിയിൽ നിന്ന് മാത്രം 2000 കോടി രൂപയുടെ വരുമാനം ലക്ഷ്യമിടുന്ന കമ്പനിയുടെ കാഴ്ചപ്പാടാകാം നിക്ഷേപകരെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. ഇത് വലിയൊരു ലക്ഷ്യമായി തോന്നാമെങ്കിലും 2021 വെറും 58 കോടി രൂപയായിരുന്ന ഇവരുടെ ആഭ്യന്തര വരുമാനം 2025 539 കോടി രൂപയായി വളർന്നത് ശ്രദ്ധേയമാണ്. കൂടാതെ അന്താരാഷ്ട്ര ബിസിനസ്സിൽ നിന്ന് 1500 കോടി രൂപയുടെ വരുമാനം കമ്പനി ലക്ഷ്യമിടുന്നു. ഇന്ത്യയിലെ പാക്കേജ്ഡ് ഫുഡ് മാർക്കറ്റ് 2029ഓടെ 17.3 ട്രില്യൺ രൂപയെ വളരുമെന്ന് റിപ്പോർട്ടുകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന GRM ഓവർസീസിന് വലിയ അവസരങ്ങളാണ് നൽകുന്നത്. സാമ്പത്തിക കണക്കുകൾ പരിശോധിച്ചാൽ 2026 സാമ്പത്തിക വർഷത്തിൽ ആദ്യ 9 മാസങ്ങളിൽ കമ്പനിയുടെ സെയിൽസ് 11.3% വർദ്ധിച്ച് 1199 കോടി രൂപയായി. ഇതേ കാലയളവിൽ ലാഭം 40.8 കോടിയിൽ നിന്ന് 30% വർധനവോടെ 53 കോടി രൂപയായും ഉയർന്നു. 4ാം പാദ ഫലം വരാനിരിക്കുന്നതേയുള്ളൂ. കമ്പനിയുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 13.5%.
ഇത് ഈ മേഖലയിലെ ശരാശരിയായ 14.2% വളരെ നേരിയ കുറവ് മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. നിലവിൽ 48.2 ടൈംസ് PE അനുപാതത്തിലാണ് ഓഹരി ട്രേഡ് ചെയ്യുന്നത്. ഇത് ഇൻഡസ്ട്രി ശരാശരിയായ 19.4 ടൈംസിനേക്കാൾ വളരെ കൂടുതലാണെന്ന കാര്യവും നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലിസ്റ്റിലെ മൂന്നാമത്തെ കമ്പനി CP Plus എന്ന ബ്രാൻഡിലൂടെ പ്രശസ്തമായ ആദിത്യ ഇൻഫോടെക് ലിമിറ്റഡ് ആണ്. ചൈനയ്ക്ക് പുറത്തുള്ള ലോകത്തെ ഏറ്റവും വലിയ സുരക്ഷാ നിരീക്ഷണ ഉൽപ്പന്ന നിർമ്മാതാക്കളായ ഇവർക്ക് ഇന്ത്യൻ വിപണിയുടെ 39% കൈപ്പിടിയിലുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ വിദേശ നിക്ഷേപകർ തങ്ങളുടെ വിഹിതം 1.35% വർദ്ധിപ്പിച്ച് 5.72%-ലെത്തിച്ചു. ഇതേസമയം ആഭ്യന്തര നിക്ഷേപകർ 4.56% വിഹിതം വർദ്ധിപ്പിച്ച് മൊത്തം നിക്ഷേപം 14.8%-ആയും ഉയർത്തിയിട്ടുണ്ട്. ആഗോള സെമി കണ്ടക്ടർ ഭീമനായ ക്വാൽകോമുമായുള്ള സഹകരണമാണ് നിക്ഷേപകരെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. AI അധിഷ്ഠിത വീഡിയോ ഇന്റലിജൻസ് ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാൻ ഈ കൂട്ടുകെട്ട് കമ്പനിയെ സഹായിക്കും. ആന്ധ്രാപ്രദേശിൽ കമ്പനി നടപ്പിലാക്കുന്ന വലിയ വിപുലീകരണ പദ്ധതികളും ശ്രദ്ധേയമാണ്. ഇവിടെ നിർമ്മാണത്തിലിരിക്കുന്ന പ്ലാന്റിന്റെ 1ാം ഘട്ടം 2027 സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദത്തോടെ പ്രവർത്തന സജ്ജമാകും. നിരീക്ഷണ ക്യാമറകൾക്ക് ആവശ്യമായ 2.5 കോടി പ്ലാസ്റ്റിക് ഹൗസിംഗുകളും 50 ലക്ഷം മെറ്റൽ ഹൗസിംഗുകളും നിർമ്മിക്കാൻ ഈ പ്ലാന്റിന് ശേഷിയുണ്ട്. കൂടാതെ ലെൻസ് അസംബ്ലിംഗ് ശേഷി പ്രതിമാസം 3 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമായി ഉയർത്താനും കമ്പനി ഇപ്പോൾ ലക്ഷ്യമിടുന്നുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയോടെ കമ്പനിയുടെ ആകെ ഉൽപാദനം പ്രതിമാസം 24 ലക്ഷം യൂണിറ്റുകളായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തിക കണക്കുകൾ പരിശോധിച്ചാൽ 2025 ഡിസംബർ വരെയുള്ള 9 മാസങ്ങളിൽ കമ്പനിയുടെ വിൽപ്പന 31% വർദ്ധിച്ച് 2799 കോടി രൂപയായി. ഇതേ കാലയളവിൽ കമ്പനിയുടെ നികുതിക്ക് ശേഷമുള്ള ലാഭം 198.9 കോടി രൂപയാണ്. മുൻ വർഷത്തെ ഇതേ കാലയളവിലെ ലാഭവുമായി താരതമ്യം ചെയ്യുമ്പോൾ 138%-ന്റെ വമ്പൻ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4ാം പാദ ഫലം കമ്പനിയുടെയും വരാനിരിക്കുന്നതേയുള്ളൂ. കമ്പനിയുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 19.5%-ആണ്. ഇത് ഈ മേഖലയിലെ ശരാശരിയായ 15.6%-ത്തേക്കാൾ കൂടുതലാണ്. എന്നാൽ നിലവിൽ 114.4 ടൈംസ് എന്ന വളരെ ഉയർന്ന PE അനുപാതത്തിലാണ് ഓഹരി ട്രേഡ് ചെയ്യുന്നത്. കമ്പനിയുടെ വളർച്ചാ നിരക്ക് കണക്കിലെടുക്കുമ്പോൾ ഓഹരി വിലയും അതിന്റെ യഥാർത്ഥ മൂല്യത്തെക്കാൾ വളരെ കൂടുതലാണെന്ന് കാണാം. ചുരുക്കത്തിൽ ഈ 3 ഓഹരികളും വളരെ ഉയർന്ന വിലയിലാണ് വ്യാപാരം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇത്രയും ഉയർന്ന വിലയായിട്ടും നമ്മൾ ഇവയെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കാൻ കാരണം വിദേശ നിക്ഷേപകരും ആഭ്യന്തര നിക്ഷേപകരും വിപണിയിൽ 2 വ്യത്യസ്ത നിലപാടുകൾ എടുക്കുമ്പോൾ പോലും ഈ ഓഹരികളിൽ മാത്രം ഇരു കൂട്ടരും ഒരുപോലെ വിശ്വാസം അർപ്പിക്കുകയും തങ്ങളുടെ വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നതുകൊണ്ടാണ്. വിപണിയിലെ ഈ ട്രെൻഡ് നിക്ഷേപകർ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നായതിനാലാണ് ഇവയെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഓഹരികൾ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നതാണ്. വരും പാദങ്ങളിലെ സാമ്പത്തിക ഫലങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക. വിദേശ നിക്ഷേപകരും ആഭ്യന്തര നിക്ഷേപകരും തങ്ങളുടെ വിഹിതം കുറയ്ക്കുന്നുണ്ടോ എന്നും കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്ന വളർച്ച കൈവരിക്കുന്നുണ്ടോ എന്നും നോക്കി മാത്രം പോർട്ട്ഫോളിയോയ്ക്ക് ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക.